Dear students, വെൽക്കം ടു ടുഡേയ്സ് ഓൺലൈൻ മാത്സ് സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്പോണൻസ് അഥവാ ഇൻഡീസസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ എക്സ്പോണൻസ് എന്താണ് എന്ന് നമ്മൾ പരിചയപ്പെടും. അതുപോലെ ഈ എക്സ്പോണൻസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ലോസ് പഠിക്കാനുണ്ട്. ഓക്കെ, ആ ലോസിനെ കുറിച്ചും നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നിയമങ്ങൾ, എക്സ്പോണൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളും കൂടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് എന്ന് നമുക്ക് നോക്കാം. വാട്ട് ആർ എക്സ്പോണൻസ്? ഇതാണ് നമ്മളിവിടെ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എക്സ്പോണൻസ് ഷോസ് ഹൗ മെനി ടൈംസ് എ നമ്പർ ഇസ് മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ് സെൽഫ്. ഒരു നമ്പർ അതിനോട് തന്നെ എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്യപ്പെടുന്നു എന്ന് കാണിക്കുന്ന ഒരു എക്സ്പ്രഷൻ, അതിനെയാണ് നമ്മൾ എക്സ്പോണൻ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനിവിടെ ഒരു 2 എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കുന്നു. ഈ 2നെ ഞാൻ 2നോട് കൂടെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാണ്. അതായത് 2നെ ഞാനിവിടെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? 2 എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് ഇനി ഈ 2നെ തന്നെ ഞാനൊരു 3 തവണ മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 2 ഓക്കെ, ഇനി ഞാൻ അടുത്തൊരു നമ്പർ 3 എടുക്കുകയാണ്. 3 ഇൻറ്റു 3. ഇവിടെ ഞാൻ 3യെ തന്നെ 4 തവണ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 3 ഓക്കെ, സോ എക്സ്പോണൻറ്റ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് ഒരു നമ്പർ അതിനോട് കൂടെ തന്നെ എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്യപ്പെടുന്നു എന്ന് കാണിക്കുന്ന ആ ഒരു എക്സ്പ്രഷൻ, അതിനെയാണ് നമ്മൾ എക്സ്പോണൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ എക്സ്പോണൻറ്റിനെ കുറിച്ചിട്ട് കുറച്ചും കൂടെ ജനറലൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, ഈ എക്സ്പോണൻറ്റിൻ്റെ, അതായത് a⁴n എന്ന് പറയുന്ന ഒരു ഫോമാറ്റിലായിരിക്കും ഇത് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൽ എ എന്ന് പറയുന്ന നമ്പറിനെ നമ്മളതിൻ്റെ ബേസ് എന്ന് പറയും. അതായത് എ ആണ് ഇവിടുത്തെ എന്ത്? ബേസ്. ഇനി ഈ മുകളിൽ, എയുടെ മുകളിൽ നിൽക്കുന്ന ഈ n ആണ് ഇവിടുത്തെ എക്സ്പോണൻറ്റ്. ഓക്കെ, എക്സ്പോണൻറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ 2³ കൺസിഡർ ചെയ്യുകയാണ്. 2⁻³ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2 ആണ് ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 എന്തായിരിക്കും? 3 ആണ് ഇവിടുത്തെ എക്സ്പോണൻറ്റ്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. 2³ 2 ആണ് ബേസ്, 3 ആണ് എക്സ്പോണൻറ്റ്. ആൻഡ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 4⁻³ ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 4 ആണ് ബേസ് ആൻഡ് 3 ആണ് എക്സ്പോണൻറ്റ്. സോ അത് ഓക്കെ ആണ് എന്ന് കരുതുന്നു. അപ്പോൾ എന്താണ് ബേസ്, എന്താണ് എക്സ്പോണൻറ്റ്? ഇത് ജനറലൈസ്ഡ് ഫോമായിട്ടാണ് ഞാനിപ്പോൾ a⁻n എന്ന് പറഞ്ഞത്. ഏത് നമ്പറിൽ വേണമെങ്കിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ 4⁻³ 4 ആണ് ബേസ് ആൻഡ് 3 ആണ് എക്സ്പോണൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ലോസ് പരിചയപ്പെടാം. ഓക്കെ, ഇതിൽ ആദ്യം പഠിക്കുന്ന ലോ നമ്പർ 1 എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് പവേഴ്സാണ്. അതായത് ഒരു നമ്പറിൻ്റെ തന്നെ 2 ഡിഫറെൻറ്റ് പവേഴ്സ് എടുക്കുകയാണ്. അതായത് ഇപ്പോൾ ഞാനിവിടെ ഒരു 2⁻² എന്തിനോട് മൾട്ടിപ്ലൈ ചെയ്യാണ്? 2⁻³ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്ന് കരുതുക. ഓക്കെ, സോ ഇത് എന്തിനോട് ഈക്വൽ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2⁻², ഇവിടെ നമ്പേഴ്സ്, അതായത് ബേസ് ഇവിടെ രണ്ടും സെയിം ആണ് അല്ലേ. ഇവിടെ എക്സ്പോണൻസ് മാത്രമാണ് 2ഉം 3ഉം ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടേ ഉള്ളൂ. സോ അവിടെ നമുക്ക് ഈ എക്സ്പോണൻസ് തമ്മിൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ 2⁻² + 3 ഇസ് ദ ആൻസർ. അതായത് ബേസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന 2 നമ്പേഴ്സിൻ്റെ ബേസ് സെയിം ആണ് എന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സിൻ്റെ എക്സ്പോണൻസ് മാത്രം തമ്മിൽ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. സോ 2⁵ ഇസ് ദ ആൻസർ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഒരു 4⁸ എടുക്കുകയാണ്. ഇൻറ്റു 4⁻10. ഇതാണ് നമുക്കിവിടെ ചെയ്യേണ്ട ആൻസർ ക്വസ്റ്റ്യൻ. സോ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ബേസ് 2ൻ്റെയും 4 ആണ് അല്ലേ. സോ 4 അങ്ങനെ തന്നെ എഴുതി. ഇനി എന്ത് ചെയ്താൽ മതി? ഈ എക്സ്പോണൻസ് തമ്മിൽ, അതായത് ഈ 8ഉം 10ഉം തമ്മിൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. സോ 8 + 10 ദാറ്റ് ഇസ് ഈക്വൽ ടു 4⁻18. ദിസ് ഇസ് ദ ആൻസർ.
ഓക്കെ, സോ 4:18 ഇസ് ദ ആൻസർ. അപ്പോൾ ബേസ് സെയിം ആണ് എന്നുണ്ടെങ്കിൽ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഓക്കെ, രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് ബേസ് സെയിം ആണെങ്കിൽ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമേ നമുക്കുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് കോഷ്യൻ പവേഴ്സ്. അതായത് ഈ ഒരു ഫോമാറ്റിലുള്ള A⁻m A⁻n എന്ന് പറയുന്ന ഫോമാറ്റിലുള്ള രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യാണ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് 5⁴ ഡിവൈഡഡ് ബൈ 5⁻² ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ രണ്ടും എടുത്ത് നോക്കുമ്പോൾ ബേസ് 5 തന്നെയാണ് അല്ലേ, എക്സ്പോണൻസ് മാത്രമാണ് 4ഉം 2ഉം ആയിട്ട് ചേഞ്ച് ആയിട്ടുള്ളൂ. അപ്പോൾ ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ എന്ത് ചെയ്തു, ആ എക്സ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പോണൻസ് തമ്മിൽ എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, 5⁴ - 2 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5. 4 - 2 is 2. So 5² is the answer. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 8�9 ഡിവൈഡഡ് ബൈ 8�3. ഇതാണ് നമുക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എന്ന് കരുതാം. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും ബേസ് എന്ത് തന്നെയാണ്, 8 തന്നെയല്ലേ. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 8⁻9 - 3 ചെയ്താൽ മതി. ഓക്കെ, ഡിവിഷനാണ്. A⁻m A⁻n ഫോമിലുള്ള രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ബേസ് സെയിം ആണെങ്കിൽ നമ്മൾ എക്സ്പോണൻസിന് സബ്ട്രാക്ട് ചെയ്ത് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 8�6 ഇസ് ദ ആൻസർ. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പവർ ഓഫ് എ പവർ. അതായത് ഒരു നമ്പറിൻ്റെ പവർ എടുത്തു. ഓക്കെ, ഇനി അതിനും ഒരു പവർ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാണ് നമുക്ക് ആൻസറിൽ എത്താൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് 3² എടുത്തു, അതിൻ്റെ ക്യൂബ് എടുക്കുകയാണ്, അതായത് അതേ ⁻³ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും എന്നറിയോ, അത് നിങ്ങൾക്ക് ആൻസർ കിട്ടാനായിട്ട് ഈ 3 എടുത്ത് ഈ പവർ രണ്ടും കൂടെ, ഈ എക്സ്പോണൻസ് രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഈ രണ്ട് പവേഴ്സും 2ഉം 3ഉം കൂടെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 3⁻6 ഇസ് ദ ആൻസർ. ഓക്കെ, 3⁻2 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3⁻6. ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, വേറൊരു എക്സാമ്പിളും കൂടെ നമ്മൾ നോക്കാം. 4⁴ ⁻5 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് കരുതാം. അപ്പോൾ ഇവിടെ ഒരു പവർ എടുക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ബേസ് അങ്ങനെ തന്നെ എഴുതിയിട്ട് എന്ത് ചെയ്യണം, ഈ എക്സ്പോണൻസ് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4⁻20 ഈസ് ദ ആൻസർ. ഓക്കെ, അതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പവർ ഓഫ് എ പ്രോഡക്റ്റ്. ഓക്കെ, ഒരു പ്രോഡക്റ്റിൻ്റെ പവർ എടുക്കുക. പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ. അതിൻ്റെ പവർ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മൾക്ക് കിട്ടുന്നുണ്ടാവുക, അതാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു 2 × 3 എടുക്കുകയാണ്, അതിൻ്റെ പവർ 2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കിതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് 2² × 3² എന്ന് എഴുതാൻ കഴിയും. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇതിനെ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ എയും ബിയും രണ്ട് നമ്പേഴ്സാണ്, അതിൻ്റെ ഒരു nth പവർ, ഏതെങ്കിലും ഒരു പവർ എടുത്തു, 2ഓ 3ഓ 4ഓ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പവർ എടുത്തു. അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, A⁻n × B⁻n ഈ ഒരു ഫോമിൽ നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, സോ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 × 4⁻³ ആണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് കരുതാം. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 5⁻³ × 4⁻3. ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ
പവർ ഓഫ് എ പ്രോഡക്റ്റ് ഇതാണ് പറയുന്നത്, ഈ റൂൾ ഇതാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് സീറോ എക്സ്പോണൻ്റ് ആണ്. അതായത് ഏതൊരു നമ്പറിനെയും സീറോ എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. അതായത് എനി നമ്പർ റേസ് ടു 0 എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. അതായത് ഏതൊരു നമ്പർ എ എടുത്തു കഴിഞ്ഞാലും റേസ് ടു 0 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. പക്ഷേ എ 0 ആകുന്ന കേസിൽ നമുക്കത് പറയാൻ കഴിയില്ല. ബാക്കി എല്ലാ കേസിലും നമുക്കത് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 2 റേസ് ടു 0 എത്രയാണ്? 1 ആണ്. 3 റേസ് ടു 0 എത്രയാണ്? 1 ആണ്. 7 റേസ് ടു 0 എത്രയാണ്? 1 ആണ്. 100 റേസ് ടു 0 എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ എനി നമ്പർ റേസ് ടു 0 എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് റൂൾസ് പഠിക്കാനുള്ളത്. ആദ്യം നമ്മൾ നോക്കിയത് എന്താണ് എക്സ്പോണൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. എക്സ്പോണൻസ് എന്ന് പറയുന്നത് ഹൗ മെനി ടൈംസ് എ നമ്പർ ഇസ് മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ് സെൽഫ്. ഒരു നമ്പർ അതിനോട് തന്നെ എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് എക്സ്പോണൻസ് വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കി. ഇനി അടുത്തത് നോക്കിയത് ബേസ് ആൻഡ് എക്സ്പോണൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. താഴെയുള്ള a⁴n ആണ് നമ്മുടെ നമ്പർ എങ്കിൽ എ ബേസ് എന്നും എന്നിനെ എക്സ്പോണൻ്റ് എന്നും പറയും. 2⁵ 2 ആണ് ബേസ് ആൻഡ് 3 ആണ് എക്സ്പോണൻ്റ്. ഇനി കുറച്ച് റൂൾസ് പഠിച്ചു. പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ്, അതായത് ഏത് നമ്പർ a⁴m ഇൻറ്റു a⁴n ഫോമിലുള്ള നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് a⁴m+n ആയിരിക്കും. അതായത് 4:8 ഇൻറ്റു 4:10 എന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബേസ് സെയിം ആയതുകൊണ്ട് തന്നെ എക്സ്പോണൻസ് തമ്മിൽ എന്ത് ചെയ്താൽ മതി? അത് ആഡ് ചെയ്ത് എഴുതിയാൽ മതി. ഇനി അടുത്തത് നമ്മൾ റൂള് പഠിച്ചത് കോഷ്യൻ്റ് ഓഫ് പവേഴ്സ്, അതായത് a⁴n ഫോമിലുള്ള രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ ഡിവൈഡ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ബേസ് അവിടെ സെയിം ആണ് അല്ലേ, രണ്ടും a ആണ്. ആൻഡ് ആ എക്സ്പോണൻസിന് ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്ത് എഴുതിയാൽ മതിയാവും. സോ 3⁶ ഡിവൈഡഡ് ബൈ 3⁵5 എന്ന് പറയുന്നതിൻ്റെ ആൻസർ എന്തായിരിക്കും? 3⁶6 - 5. 6 - 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 3⁵1 ഇസ് ദ ആൻസർ. ഓക്കെ, സോ കോഷ്യൻ്റ് ഓഫ് പവേഴ്സ് പറയുന്നത് അതാണ്. ഇനി പവർ ഓഫ് എ പവർ, ഇനി നമ്മൾ ഒരു പവറിൻ്റെ പവർ എങ്ങനെ എടുക്കുമെന്നാണ് നമ്മൾ നോക്കിയത്. അതായത് ഒരു 2³ എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ പവർ ഒരു 2³ ആണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ബേസ് 2 അങ്ങനെ തന്നെ എഴുതി ഈ രണ്ട് എക്സ്പോണൻസും തമ്മിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോ 3 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2⁻12 ഇസ് ദ ആൻസർ. ഓക്കെ, ഇനി അടുത്തത് പവർ ഓഫ് എ പ്രോഡക്റ്റ്, അതായത് രണ്ട് നമ്പേഴ്സിനെ നമ്മൾ പ്രോഡക്റ്റ് എടുക്കുകയാണ്, അതിൻ്റെ പവർ എടുക്കുകയാണെങ്കിൽ അപ്പോൾ രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് എയും ബിയും ആണെങ്കിൽ ab⁴n എക്സ്പാൻഷൻ എന്ന് പറയുന്നത് a⁴n × b⁴n ആണ്. ഓക്കെ, അതാണ് അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞത്. ഇനി സീറോ എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് എക്സ്പോണൻ്റ് 0 ആണെങ്കിൽ ബേസ് 0 ആവാൻ കഴിയില്ല. ഏതൊരു നോൺ സീറോ നമ്പറിൻ്റെയും എക്സ്പോണൻ്റ് 0 ആണെങ്കിൽ നമ്മുടെ ആൻസർ വിൽ ബി ഈക്വൽ ടു 1. ഓക്കെ, എനി നമ്പർ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി അടുത്തത് നമുക്കിവിടെ 4⁻2 × 4⁻3 ഇതാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്കുക, രണ്ടിൻ്റെയും ബേസ് 4 ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? എക്സ്പോണൻസ് തമ്മിൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. 4⁻2 + 3 = 4:5 ഇസ് ദ ആൻസർ. ഓക്കെ, ഇനി ഇത് പവർ ഓഫ് എ പവർ അല്ലേ. അതായത് 2³ എടുത്തു, അതിൻ്റെ സ്ക്വയർ എടുക്കുകയാണ് അല്ലേ. അതിൻ്റെ സ്ക്വയർ എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2⁻3നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2�6 ഇസ് ദ ആൻസർ. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി ഇവിടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കുറച്ചുണ്ട്, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. 6² × 6³ ആണെങ്കിൽ ഇവിടെ ബേസ് സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? 6⁻2
പ്ലസ് 3 എക്സ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 6⁻6 ഇസ് ദ ആൻസർ. ഓക്കെ, ഇനി 9⁴ ഡിവൈഡഡ് ബൈ 9² ആണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിലോ അവിടെ നമ്മൾ 9⁴ -2 ചെയ്യണം. ഓക്കെ, രണ്ട് ബേസ് സെയിം ആണ് അല്ലേ, 9 ആണ്, എക്സ്പോണൻസ് മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. സോ 4ൽ നിന്ന് 2 മൈനസ് ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 9² ഇസ് ദ ആൻസർ. ഇനി 5ൻ്റെ സ്ക്വയർ എടുത്ത് അതിൻ്റെ ക്യൂബ് എടുക്കണം, അതായത് പവർ ഓഫ് എ പവർ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 5 ഈ എക്സ്പോണൻസ് പവേഴ്സ് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 3 ഈക്വൽ ടു 5�6 ഇസ് ദ ആൻസർ. ഓക്കെ, എല്ലാവർക്കും ഇത് ക്ലിയർ ആണെന്ന് കരുതുന്നു. താങ്ക് യു.